தொட்டோம் சுத்தி இருக்கு 200 பேர் வருவாங்க. அப்ப அந்த 200 பேரை நாம அடிக்கணும். ഓ മാസമുണ്ട് മാസമുണ്ട്. മാസ് അതാ റെബൽ. ആ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് റെബൽ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. അപ്പൊ ഇതിൽ നമ്മൾക്കറിയാം ജയപ്രകാശ് പ്ലസ് മമിത ബൈജു ഇവർ രണ്ടുപേരാണ് മെയിൻ ലീഡിലുള്ളത്. ജയപ്രകാശിനെ ആക്ടറായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതാണ് വേറൊരു കാര്യം. കാരണം അദ്ദേഹത്തിന്റെ കുറെ സിനിമകൾ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. സോങ്ങിൽ കണ്ടിട്ടുണ്ട്, എവിടേക്കോ വന്നിട്ടുള്ള അല്ലെ ആ ഒരു അഭിനയങ്ങൾ കണ്ടിട്ടില്ല, സോങ്ങിൽ കണ്ടിട്ടില്ല. വാത്തിന്റെ സോങ്ങിന്റെ ഒരു സമയത്ത് നമ്മൾ ചെയ്തത് അങ്ങോട്ട് പോവോ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഓർക്കുന്നില്ല സംഭവം. അപ്പൊ പക്ഷെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് മ്യൂസിക്കും ജയപ്രകാശ് പിന്നെ എന്തായാലും അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ, പ്രൊഡ്യൂസർക്ക് ലാഭം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സീനിലിട്ടെന്ന് പറഞ്ഞു ട്രെയിലറിലോട്ട് പോവാം. സീൻ കണ്ട് തുടങ്ങാം. റെഡ് ഉണ്ടല്ലോ, റെഡ് ഉണ്ട്, റെഡ് കൊടിയാണ്. മലയാളം പരിചയപ്പെടാം. നിന്റെ പേര് പറ. കതിരേശ മൂന്നാർ. நீங்க தமிழா? சார் எவர் பாண்டி சார். எல்லாரும் நம்மளை பார்த்து சிரிக்கிறாங்க, உன் சேச்சி மட்டும் ஒண்ணு ஒரு லவ்வோட பாக்குது. என்ன ജിവി പ്രകാശ് കുമാർ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ് ഒരു രസമുണ്ട് കേട്ടോ. കേരളത്തിലാണ് പഠിക്കാൻ വരുന്നത്. நீ காதல அவ மொழியில தான் சொல்லணும்னா அவசியம் கிடையாது, உன் சொந்த மொழியிலேயே சொல்லு. ஆனா உண்மையா சொல்லு, அவளுக்கு கண்டிப்பா பிடிக்கும். സ്വന്തം മൊഴിയിൽ சொல்லணும். ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ്. எல்லாம் இங்க படிக்க விட்டதே பெரிய விஷயம். പൊളിറ്റിക്സ് பிறந்தது தப்பா சார். ഓ തമിഴന്മാരെന്ന് പറഞ്ഞാലേ ഇമോഷണൽ. அவனுக்கு எல்லாரையும் அடிக்கணும்டா. ஒருத்தவன் தொட்டோம் சுத்தி இருக்கு 200 பேர் வருவாங்க. அப்ப அந்த 200 பேரை நாம அடிக்கணும். ഓ മാസമുണ്ട് മാസമുണ്ട്. മാസ് അതാ റെബൽ. ഒരു കോളേജ് പടം കേട്ടോ. കോളേജ് വൈബിലുള്ള ഒരു ആക്ഷൻ റൊമാൻസ് എല്ലാം ഉള്ളൊരു പടം. ഒരു CIA വൈബ് ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. மத்தவங்க ஜெயிக்கிறதுக்காக விழுந்த ஒவ்வொரு தமிழனோட ஓட்டம் இனிமேல் ஒரு தமிழனுக்காக மட்டும் தான் விழணும். அஹிம்சை இல்லை அசுரவாதத்திற்கு பக்கம் அரைந்தால் இல்லை மறுக்கண்டம் காட்டும் பழக்கம். ഓ ഭയങ്കര ബീറ്റൊക്കെ കൊടുത്തിട്ട് പോയി പാട്ട് നിന്ന ഇല്ല, അത് ട്രെയിലറിൽ അത്രല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ആറിന്റെ സംസാരിക്കണം ഇതിന്റെ പേരെന്താ. പിന്നെ അവസാനം അവിടെ നമ്മുടെ മലയാളി ആക്ടർ ഉണ്ടായിരുന്നു അല്ലെ. ശരിക്കും ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. ശരിക്കും അതിനും ശരിക്കും മലയാളി ആക്ടറിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫീൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ആ ഒരു പൊളിറ്റിക്സ്, അതാണ് ആ ഒരു തമ്മില് ഫുൾ ഒരു റെഡിഷ് മയ ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറയാൻ സാധ്യതയുണ്ട്. അതാണ് റെബൽ എന്നുള്ള പേര് വരാൻ കാരണം. അതാണ് സംഭവം. പിന്നെ അത് മാത്രമല്ല കേരള തമിഴ്നാട് കണക്ഷൻ വരുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് കണക്ഷൻ? മോസ്റ്റ് ഓഫ് ദ പാർട്ട് നമ്മൾ ഇതിനകത്ത് കണ്ടത് മലയാളമായിരുന്നു എന്നുള്ളതാണ്. മലയാളമാണ്. അത് അവരൊക്കെ ഓൺ വോയിസ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് മമതേനെ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് തോന്നുന്നത് ആ ഒരു സംഭവം. കാരണം കോളേജ് പൊളിറ്റിക്സ് സംഭവം ആൻഡ് ദിസ് ദ ബെസ്റ്റ് ടൈം ഫോർ ദിസ് മൂവി. കാരണം അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഐ ഫീൽ അതാണ് എന്താ സംഭവം എനിക്ക് അറിയില്ല, അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല.
കേട്ടിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് സംഭവം. ഞാൻ കിളിവായിരിക്കും എന്തായി പറയണമെന്ന്. അപ്പൊ അല്ല, ഇപ്പൊ പ്രസക്തി ഇല്ലെങ്കിലും പ്രസക്തി ഉള്ളൊരു സബ്ജക്ട് പിന്നെ തന്നെയാണ്. പൊളിറ്റിക്കൽ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന്റെ ആ ഒരു മാസ്മരിക സംഭവം ഉണ്ടല്ലോ, അതായത് ട്രെയിലറിൽ കണ്ട സാധനം സിനിമയിൽ ഉണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് വരും, എന്തായാലും നന്നാവാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾക്കത് കാണാൻ കൂടുതൽ നമുക്ക് ആ ഒരു റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പിക് നമുക്ക് അത്ര ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും അതിന്റെ അകത്ത് ഫ്രഷ് എന്ന് പറയുന്നത് ആ ഒരു ആക്ടറാണ്, മെയിൻ ആക്ടർ വരുന്നത്. കാരണം ജയപ്രകാശൻ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഫ്രഷ് ഫീലിംഗ് കിട്ടാൻ സാധ്യത. അതിനൂടെ തന്നെ മമിത ബൈജു ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്, കാരണം മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് വരുന്നത്. മമിതയുടെ ഐ തിങ്ക് ഫസ്റ്റ് എൻട്രി ഇൻ തമിഴ് ആണെന്ന് തോന്നുന്നു കേട്ടോ, നമ്മളെ അറിവില്ലേ, ഫീൽ അതാണെന്നാണ് തോന്നുന്നത്. ആൻഡ് അത് മാത്രല്ല, ഇത് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും സക്സസ്ഫുൾ ആയിട്ട് ഓടാൻ സാധ്യതയുള്ള മൂവിയും കൂടിയാണ്. അപ്പൊ എന്തായാലും കണ്ട ആ ഒരു ട്രെയിലർ വെച്ചേക്കും നൈസ് ട്രെയിലർ, അതാണ് പറയാനുള്ളത്. ഇനിയിപ്പോ മൂവി വന്നാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ.